നമുക്ക് അടുത്തത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഈ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഈ എത്തിക്സിനോട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൽ നമുക്ക് ആദ്യം ട്രാൻസ്പെറൻസി നോക്കാം. ട്രാൻസ്പെറൻസിയിൽ നിങ്ങൾക്കറിയാലോ, ആ വാക്ക് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യുക. ദ പ്രാക്ടീസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഗവൺമെൻറ് പ്രോസസ്സസ്, ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ആർ ഓപ്പൺ, accessible and understandable to the public. It involves free flow of information where citizens have the right to access official documents and data, understand the rationale behind the decisions and how resources are being used. Transparency helps promote accountability, prevent corruption, and build public trust by making governmental activities visible and open to scrutiny. അതായത് ഗവൺമെന്റിന്റെ എല്ലാ ആക്ഷൻസും പബ്ലിക്കിന് ഓപ്പൺലി അവൈലബിൾ ആക്കുക. അത് മാത്രമല്ല, എന്ത് ഡിസിഷനാണ് എടുക്കുന്നതെന്നും എന്തിനാണ് ആ ഡിസിഷൻ എടുക്കുന്നതെന്നും പബ്ലിക്കിനെ അറിയിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിലാണ് ആ ഒരു ഓർഗനൈസേഷന് അക്കൗണ്ടബിൾ ആവാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും ആരോടും പറയുന്നില്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓക്കെ, എന്തിനാണ് ട്രാൻസ്പെറൻസി? ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ എന്തിനാണ് ട്രാൻസ്പെറൻസി? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓരോ വ്യക്തിയുടെയും അവരുടെ അവകാശങ്ങൾ എന്താണ് എന്നുള്ള അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല, ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് ആക്ഷൻസ് നടക്കുന്നത്, പബ്ലിക് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നത്, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ അറിയാൻ എന്ത് വേണം? ട്രാൻസ്പെറൻസി വേണം. അതുപോലെ തന്നെ ഒരു ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിവിൽ സൊസൈറ്റിയിൽ ഗവൺമെന്റ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, എത്തിക്കലായിട്ട്, ഇക്വിറ്റബിൾ ആയിട്ട്, എക്കണോമിക് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ട്രാൻസ്പെറൻസി വേണം. ഇപ്പോൾ ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ എഫിഷ്യൻസി ഉണ്ടാവില്ല. കാരണം അവരതിൽ വേണ്ടതിൽ കൂടുതൽ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് എഫിഷ്യൻസി അല്ലല്ലോ. ഇവിടേക്കൊക്കെയാണ് പോകുന്നതെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എഫിഷ്യൻ്റ് ആയി തന്നെ മാറിക്കോളും. എത്തിക്സ് ഉണ്ടാവില്ല ട്രാൻസ്പെറൻസി ഇല്ലെങ്കിൽ, ഇക്വിറ്റബിൾ ആവില്ല, എക്കണോമിക്കും ആവില്ല. അത് നമുക്കറിയാലോ. ട്രാൻസ്പെറൻസി വേണം ഇതിനൊക്കെ. The governing process must be just, reasonable, fair and user friendly. Along with the transparency and public participation, the administration must accountable and responsive for good governance. Good governance ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗവൺമെന്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ആയിരിക്കണം, നീതിയുക്തമായിരിക്കണം, റീസണബിൾ ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, ട്രാൻസ്പെറൻസി എൻഷുവേഴ്സ് people understand government decisions, while accountability ensures civil servants are responsible to the government, society and citizens for their actions and consequences. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഡിസിഷൻസ്, കാര്യങ്ങൾ ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് സ്റ്റാഫുകൾ അവർ ഗവൺമെന്റിനോടും അതേപോലെ തന്നെ സമൂഹത്തിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. അവരുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ കോൺസിക്വൻസസും എന്താ പറയുക, ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ മാത്രമല്ല, അത് അവരെ അക്കൗണ്ടബിൾ ആക്കാനും സാധിക്കണം. അതാണ് അക്കൗണ്ടബിലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അക്കൗണ്ടബിലിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ദ ഒബ്ലിഗേഷൻ ഓഫ് പബ്ലിക് ഓഫീഷ്യൽസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് to be answerable for their actions, decisions, use of resources. It involves being held responsible by the public, government bodies, oversight institutions for carrying out duties in an ethical, efficient and lawful manner. Accountability ensures that administrators justify their decisions and outcomes, and it encourages transparency and integrity in governance, preventing abuse of the power of the authority. മെയിൻലി എന്തൊക്കെയാണോ പബ്ലിക് ഒഫീഷ്യൽസിൻ്റെ ആക്ഷൻസ്, ഡിസിഷൻസ്, യൂസ് ഓഫ് റിസോഴ്സസ്, ഇതിനൊക്കെ ആൻസറബിൾ ആവണം അല്ലേ? ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് എന്തിനു ചെയ്തു, അതിൻ്റെ ഒരു യുക്തി അവരുടെ കയ്യിൽ വേണം. അതല്ലാതെ ഞാൻ
പ്രസിഡൻ്റാണ്, അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഒരു കളക്ടറാണ്, അപ്പോൾ അത് എൻ്റെ പ്രവൃത്തി അവർക്ക് അങ്ങനെ ആ രീതിയിലുള്ള അവരുടെ പൊസിഷൻ്റെ വെർച്വ അനുസരിച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പാടില്ല. അതിൻ്റെ പിന്നിൽ ഒരു റേഷണൽ വേണം. അത് എന്തിന് അങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിന് ആൻസർ ചെയ്യണം. അത് ആൻസർ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. അതാണ് അക്കൗണ്ടബിലിറ്റി. അപ്പോൾ ഈ പണിഷ്മെന്റിന്റെ കാര്യം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നില്ല. പക്ഷെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടോ അത് വളരെ അക്കൗണ്ടബിൾ ആയിട്ട് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിന് കൃത്യമായി എന്താ പറയുക ഒരു എത്തിക്സോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആൻസർ. കൃത്യം ചെയ്യേണ്ട പോലെ ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് അത് അക്കൗണ്ടബിൾ ആയി മാറുന്നുള്ളൂ. പബ്ലിക് സർവൻസിന്റെ അക്കൗണ്ടബിലിറ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇൻ ഡെമോക്രസീസ് civil servants are accountable to both the political executive and citizens for delivering and honest services, but ensuring accountability for performance is challenging due to the complexities. സിവിൽ സർവൻസ് എപ്പോഴും ആരാണ്? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് എന്നോട്, അതായത് മന്ത്രിസഭയോടാണ് ആക്ച്വലി അവരുടെ അക്കൗണ്ടബിലിറ്റി. അതേപോലെ തന്നെ ജനങ്ങളോടുണ്ട്. മന്ത്രിസഭയോട് മാത്രമല്ലല്ലോ, ജനങ്ങളോടുണ്ട്. ജനങ്ങളും പറഞ്ഞ പോലെ ഇവർ അക്കൗണ്ടബിലിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ പല കോംപ്ലക്സിറ്റീസ് ഉള്ളത് കൊണ്ട് എപ്പോഴും ആ രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റി ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. പെർഫോമൻസ് ടാർഗറ്റ്സ് ഇതും പറയുന്നത് ഓൾമോസ്റ്റ് അതാണ്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് സർവീസ് ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസ് എടുക്കുക. ആ വില്ലേജ് ഓഫീസിൽ എത്രത്തോളം അപേക്ഷകൾ വന്നു, അതിൽ എത്രത്തോളം അപേക്ഷകൾ ക്ലിയർ ചെയ്തു. അപ്പോൾ നമുക്കൊരു നമ്പർ ഉണ്ടല്ലേ, ഇത്ര കാര്യങ്ങൾ ചെയ്തു, അയാളുടെ മുന്നിലേക്ക് വന്നു, ഇത്ര കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അയാളുടെ എഫിഷ്യൻസി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ 80 നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങൾ 70 ചെയ്തുള്ളൂ, എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും പോളിസി റിലേറ്റഡ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിൽ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. The distribution of responsibility and authority across the government levels, a lack of the clear links between authority and accountability, create opportunities for non-performance, especially in tasks involving multiple department or divisions. ഇത് നിങ്ങൾക്കറിയാലോ, നമ്മൾ ബേസിക് ക്ലാസിക്കൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വ്യക്തിക്ക് എത്രത്തോളം അതോറിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ടോ അതിനനുസരിച്ച് അതോറിറ്റി കൊടുക്കണം. അപ്പൊ ഇതിൽ പറയുന്നത് ആ ഒരു ടേമിലാണ് പറയുന്നത്, ആ ഒരു തിയറി വെച്ചിട്ടാണ് പറയുന്നത്. പല സമയത്തും ഇത് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ അതോറിറ്റി ഉണ്ടായിരിക്കും, പക്ഷെ ഇവരുടെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുന്നില്ല. അതാണ് അക്കൗണ്ടബിളിന്റെ കറക്റ്റ് വാക്ക്, ഇതിൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാര് ചില സ്ഥലങ്ങളിൽ പ്രോപ്പർലി അത് അവരുടെ സ്ട്രക്ചർ പ്രോപ്പർ ആയിരിക്കില്ല. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിന് ആരോടും അക്കൗണ്ടബിൾ അല്ല എന്ന് വരുമ്പോൾ എന്തുണ്ടായിരിക്കും? അക്കൗണ്ടബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ദോസ് വിത്തിൻ സ്റ്റേറ്റ് ആൻഡ് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് പാർലമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ്. ഇത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ്. സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ വ്യക്തികളുടെ പബ്ലിക് ഓഫീഷ്യൽസിന്റെ അക്കൗണ്ടബിലിറ്റി നോക്കുന്ന ഡയറക്റ്റ് റിപ്പോർട്ടീസ് ഉണ്ടായിരിക്കും. അവസാനം ചേരുന്ന ചീഫ് സെക്രട്ടറി, അതിന് മുകളിൽ ഉള്ള മന്ത്രിസഭ, ഇങ്ങനെയുള്ള ഒരു ഹൈറാർക്കി ഉണ്ടായിരിക്കും. എന്നാൽ പൗരന്മാര്, സിറ്റിസൺസ് എങ്ങനെയാണ് അത് അക്കൗണ്ടബിൾ ആക്കുന്നത്? മീഡിയ വഴി, ഓക്കെ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരാവകാശം വഴി ഒക്കെ നമ്മുടെ സിറ്റിസൺസിനെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും, ഓരോ പബ്ലിക് ഓഫീഷ്യൽസിന്. In democracy, accountability of the executive branch to parliament and citizens is fundamental. ഇത് വളരെ പ്രധാനപ്പെട്ടാണല്ലേ. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടബിലിറ്റി പാർലമെന്റിനോടും ജനങ്ങളോടും ഉള്ള അക്കൗണ്ടബിലിറ്റി വളരെ ഫണ്ടമെന്റൽ ആണ്. നമുക്കറിയാലോ, ഒരു മന്ത്രിസഭ കോൺഫിഡൻസ് ആർക്കാണുള്ളത്? ഈ ഒരു മന്ത്രിസഭ വേണമെങ്കിൽ എന്താ പറയാ ഒഴിവാക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ജസ്റ്റ് ഒരു പൊളിറ്റിക് ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പൊ നമ്മുടെ പിണറായി വിജയന്റെ മന്ത്രിസഭ അല്ലെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ ഇവർ ഭരിക്കുന്നത് ശരിയല്ല. ഇവർക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ആരോടാണ് ഇവർക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്? ഒന്ന് വേഗം ടൈപ്പ് ചെയ്യോ. ഇത് മുന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ലോകസഭയാണ്. സ്റ്റേറ്റ് എന്നുള്ളത് നിയമസഭയും. പാർലമെന്റിനോടല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് പാർലമെന്റിനോടല്ല, ലോകസഭയോട് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഫണ്ടമെന്റൽ ആണെന്ന് പറയുന്നത്. ഇൻ ഡെമോക്രസി അക്കൗണ്ടബിലിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ടു പാർലമെന്റ് ആൻഡ് ഇറ്റ് സിറ്റിസൺസ് ഇസ് ഫണ്ടമെന്റൽ. ഇതിൽ പാർലമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അവർ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് അതിനോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, ലോക്സഭയോടാണ് ടെക്നിക്കലി. ഓക്കെ, തീർച്ചയായും രാജ്യസഭയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിമാര് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അടുത്ത് ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി തമ്മിലുള്ള വ്യത്യാസം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് പെർഫോമിങ് ആക്ഷൻസ് ഓപ്പൺലി ആൻഡ് ക്ലിയർലി. ഇത് ബീങ് റെസ്പോൺസിബിൾ ഫോർ, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ബീങ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻസ് ആൻഡ് ഹാവിങ് ദ എബിലിറ്റി ടു പ്രൊവൈഡ് സൗണ്ട് റീസണിങ് ഫോർ ദ ആക്ഷൻസ്. ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് അത് എന്താ പറയാ, ആ ആക്ഷനോട് ബീങ് റെസ്പോൺസിബിൾ ആവുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷന് വളരെ എന്താ പറയാ കൃത്യമായിട്ടുള്ള ഒരു റീസൺ അതിന് പ്രൊവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ചെയ്തത് എന്ന് പറയാനുള്ള ഒരു എബിലിറ്റിയാണ് ആ അക്കൗണ്ടബിലിറ്റിയിൽ പറയുന്നത്. ട്രാൻസ്പെറൻസിയിലെ ഫോക്കസ് ഓപ്പൺനെസ്സിനും ക്ലാരിറ്റിയിലുമാണ്. ഓക്കെ, അക്കൗണ്ടബിലിറ്റിയിൽ ഫോക്കസ് അക്നോളജ്മെന്റ് ആൻഡ് ബീയിങ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻ. ഓക്കെ, ഇനി ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് ട്രാൻസ്പെറൻസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ചെയ്തിട്ടുള്ളത്? സിറ്റിസൺസ് ചാർട്ടർ. സിറ്റിസൺസ് ചാർട്ടർ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സിറ്റിസൺ ചാർട്ടർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പബ്ലിക് ഓഫീസ് അതിൽ എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത് അതൊരു ചാർട്ടർ ഉണ്ടാക്കണം. ഇന്ന സർവീസുകളാണ് കൊടുക്കുന്നത്, ഇന്ന ആളാണ് അതിന്റെ അതോറിറ്റി, ഇന്ന ആൾക്കാരാണ് അതിന്റെ എസ്കലേഷൻ പോയിന്റ്, ഇന്ന സമയത്തിനുള്ളിലാണ് ചെയ്യും എന്നുള്ളത് ഒരു ചാർട്ടർ ഉണ്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യണം. എല്ലാ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ ആയാലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓർഗനൈസേഷനിലായാലും ശരി അങ്ങനെ ചെയ്യണം. നമ്മുടെ പൗരാവകാശ നിയമം 2012 ആണ് തോന്നുന്നു സിറ്റിസൺ ചാർട്ടർ. ഓക്കെ, കേരള സ്റ്റേറ്റില്. അതുപോലെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇതും നിങ്ങൾക്ക് ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെൻട്രൽ പ്ലാറ്റ്ഫോമും അത് വളരെ സുതാര്യമായിട്ട് ചെയ്യുന്ന ഈ എന്തെങ്കിലും പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ, ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെൻഡർ നടപടികൾ ഇതൊക്കെ സുതാര്യമാക്കുന്ന ഒരു പോർട്ടലാണ് ഈ പ്രൊക്യൂർമെന്റ്. ഈ ഗവർണൻസിനെ കുറിച്ച് നമ്മളൊരു മൊഡ്യൂൾ തന്നെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു പബ്ലിക് സർവീസ് ലിറ്റിഗേഷൻ. ഈ പബ്ലിക് സർവീസ് ലിറ്റിഗേഷൻ എന്നുള്ളത് റൈറ്റ് ടു പബ്ലിക് സർവീസ് ലെജിസ്ലേഷൻ. പബ്ലിക് സർവീസ് ലെജിസ്ലേഷൻ ആണോ? ഇത് ഞാൻ നോക്കിയിട്ട് പറയാം. ലാസ്റ്റ് വേർഡ് ഇത് ഞാൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ നോക്കിയിട്ട് ഗ്രൂപ്പിലിടാം. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് തന്നെയാണ്. മാത്രമല്ല ഒരുവിധമല്ലാതെ നമുക്ക് പഠിക്കാനുള്ള, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. സിറ്റിസൺ ചാർട്ടർ പഠിക്കാനുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പഠിക്കാനുണ്ട്, ഈ ഗവർണൻസ് ഒരു മൊഡ്യൂൾ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇവിടെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിയിലുള്ളത്. പിന്നെ കുറച്ച് ഇതുണ്ടല്ലോ, ഈ ഇന്റഗ്രിറ്റിയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയുടെ ഇഷ്യൂ. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ലൈഡ് ഉണ്ടെന്ന്. അപ്പോൾ ആ സ്ലൈഡിൽ ഞാൻ പറയാം അക്കൗണ്ടബിലിറ്റി ഇൻ പ്രാക്ടീസ്, കേസ് സ്റ്റഡീസ്. ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ സംഭവിച്ചെന്നുള്ളത്. ഒരു ഫിൻഡ് വാട്ടർ ക്രൈസിസ്, ഇതെല്ലാതും US നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്.
ഫ്ലിൻറ്റ് വാട്ടർ ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഉണ്ട്, ഈ വാട്ടർ കമ്പനിയാണ്. അപ്പോൾ അവർ ഈ ഡെട്രോയിറ്റിലെ ഒരു ഡെട്രോയിറ്റ് റിവറിലെ വാട്ടറാണ് എടുത്തിരുന്നത്. ഓക്കെ, അമേരിക്കയിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ലോക്കൽ ഗവൺമെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്തു, ഈ ഡെട്രോയിറ്റിൽ വെള്ളം എടുക്കാതെ ഫ്ലിൻറ്റ് റിവറിലെ വാട്ടർ എടുത്തു. ഈ ഫ്ലിൻറ്റ് റിവറിലെ വെള്ളമാണ് ഇവര് ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് ഇവര് പറഞ്ഞില്ല ജനങ്ങളോട്. ഓക്കെ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിൻറ്റ് റിവറിൽ ലെഡിന്റെ അംശം വളരെ കൂടുതലായിരുന്നു. അപ്പൊ അവിടെയുള്ള കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഈ പൈപ്പുകളുടെ തന്നെ ക്വാളിറ്റി ഒരുപാട് നഷ്ടപ്പെടും. അതിനുശേഷം പിന്നീട് അവർ ആരും ഇവരുടെ പൈപ്പ് വാട്ടർ ഉപയോഗിക്കാതെ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽസ് ഒക്കെ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ പിന്നീട് ഇവർ കണ്ടുപിടിച്ചു ഇവർ ഫ്ലിൻറ്റ് റിവറിലെ വെള്ളമാണ് എടുക്കുന്നത്. ഓക്കെ, നോക്കൂ എത്ര എത്തിക്കൽ ഒരു ഡാമേജ് ആണ് ഇവർ വരുത്തിയത്. ഒരു എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതെന്ന് പറയാതെ തന്നെ ജനങ്ങളെ ഇത് പറഞ്ഞ ഈ സർവീസ് കൊടുക്കുകയും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു എൻറോൺ സ്കാൻഡൽ, ഇത് അത്ര വലിയ കാര്യമില്ല. അടുത്തത് നമുക്ക് എടുക്കാം. ഇത് ആക്ച്വലി ജസ്റ്റ് ഒന്ന് പറയാം, ഇത് ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ എൻറോൺ എന്ന് പറഞ്ഞൊരു കമ്പനി ഇവർക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണിച്ച് വീണ്ടും ജനങ്ങളെ വഞ്ചിച്ച് ഒരുപാട് ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് കൂട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവർ അതിൽ നിന്ന് കുറെ ലാഭം ഉണ്ടാക്കി. പിന്നീട് ഇത് മനസ്സിലാക്കി ഇവർ പൊളിഞ്ഞ കമ്പനിയാണെന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ നിക്ഷേപത്തൊക്കെ പോവുകയും പിന്നീട് ഇതിന്റെ സിഇഒനും CFOനൊക്കെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്ത വോക്സ് വാഗൻ എമിഷൻ സ്കാൻഡൽ. ഈ വോക്സ് വാഗന്റെ നിങ്ങൾക്കറിയാമല്ലോ അല്ലെ, നമുക്ക് അറിയാവുന്ന ഒരുപാട് കമ്പനികൾ ഈ ഫോക്സ് വാഗന്റെ ആയിട്ടുണ്ട്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മെഷീൻ ഇവരെ കാറുകളിൽ ഘടിപ്പിച്ചു. ഈ കാറുകൾ ഘടിപ്പിച്ച മെഷീനിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ എമിഷൻ ഉണ്ടല്ലോ, ഈ എമിഷനിൽ എത്രത്തോളം നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലോബൽ എമിഷന്റെ ഗ്യാസസ് ഉണ്ടല്ലോ, ഈ അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന അത് മെഷർ ചെയ്യുന്ന സമയം ഇവർക്ക് അറിയാൻ പറ്റും. കാറ് റൺ ചെയ്യുമ്പോൾ ഇതിൽ ഈ എമിഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഒന്നുകൂടി പറയാം. ഇവരൊരു മെഷീൻ ഇവരെ കാറിൽ ഘടിപ്പിച്ചു. അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും വേറെ ഏതെങ്കിലും പുറത്തുനിന്ന് ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റോ ഇവരെ എമിഷൻ ഗ്യാസസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യും. അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എമിഷൻ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഒരു 40 ഇരട്ടിയൊക്കെയാണ് ആക്ച്വൽ എമിഷൻ എന്നുണ്ടെങ്കിൽ ഇവരത് കുറച്ച് കാണിച്ച് 40-1 ആക്കിയിട്ട് കാണിക്കും. അപ്പോൾ നോക്കുമ്പോൾ എമിഷൻ ഓക്കെയാണ്, സ്റ്റാൻഡേർഡ് ഓക്കെയാണ്. ഓക്കെ, അങ്ങനെ ഇവർ ലോകത്താകമാനം കമ്പനി ഇറക്കി. ഇവരുടെ പോർഷെ, അതുപോലെ ഇവരുടെ ഓഡി, അതുപോലെ തന്നെ ഫോക്സ് വാഗനിൽ നിന്ന് വേറെ കാറുകൾ, ഇതിലെല്ലാത്തിലും ഇവർ ഇത് ഫിറ്റ് ചെയ്തു. ഓക്കെ, എത്രമാത്രം അൺഎത്തിക്കൽ ബിഹേവിയർ ആണ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ പബ്ലിക് ട്രസ്റ്റ് ഇവര് ബ്രേക്ക് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോഴും ഇവര് ആ മെഷീൻസ് ഘടിപ്പിക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? അത് അമേരിക്കയിൽ വലിയ പ്രശ്നമാവുകയും ഇവർക്ക് ഒരുപാട് ബില്യൺസ് ഇവർ ഫൈൻ അടയ്ക്കേണ്ടി വരും. പിന്നീട് അതൊക്കെ മാറ്റി ഒക്കെ കാർ ഇപ്പോൾ ഉണ്ട്. വോക്സ് വാഗന്റെ കാറ് വളരെ ഫേമസ് ആയിട്ടുള്ള കാറാണ്. അതിൽ ഈ പരിപാടി ഇവർ ചെയ്തത് ഈ എമിഷൻ സ്കാൻഡലിന്റെ കാര്യം പറയണം. അത് പിന്നീട് അവർ നിർത്തിയിട്ടുണ്ടായിരിക്കണം, അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. വോക്സ് വാഗൻ എമിഷൻ സ്കാൻഡലിന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു അൺഎത്തിക്കൽ ബിഹേവിയർ അല്ലേ, ഇന്റഗ്രിറ്റിയുടെ ഒരു പ്രശ്നമല്ലേ വരുന്നത്. ഇവര് പറയുന്നതല്ലല്ലോ, ഇവര് ഈ പബ്ലിക്കിനോട് എന്ത് പറയുന്നു അതല്ലല്ലോ ഇവര് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇന്റഗ്രിറ്റി ഇഷ്യൂ ആണ്. ഇപ്പൊ ഞാൻ അണ്ടർ വാല്യൂയിങ് ഇന്റഗ്രിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. അതുപോലെ ഫ്ലിൻറ്റ് വാട്ടർ ക്രൈസിസും അതും ഒരു ഇന്റഗ്രിറ്റിയുടെ ഇഷ്യൂ ആണ്. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ് ഡെട്രോയിറ്റിലെ വെള്ളമാണ് നിങ്ങൾക്ക് തരുന്നത്, എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഫ്ലിൻറ്റ് റിവറിലെ വാട്ടറാണ്. അതൊരു ഇന്റഗ്രിറ്റി ഇഷ്യൂ ആണ്. ഓക്കെ, പിന്നെ ടെക്നോളജി ഇൻ എത്തിക്സ് ചലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഡിജിറ്റൽ ഗവർണൻസ് എത്തിക്സ് ഇൻ ഏജ് ഓഫ് ബിഗ് ഡാറ്റ ആൻഡ് AI challenges, algorithmic bias, data privacy, cyber security. ഈ
അൽഗോരിതമിക് ബയാസ് അത് വേറൊരു സംഭവമാണ്. ഇപ്പൊ കൂടുതൽ ഇപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാലോ ഈ അൽഗോരിതം വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് ഈ അൽഗോരിതമാണ്. ഇതിന് ആ കമ്പനികൾക്ക് ഒരു ബയാസ് ഉണ്ട്. ഓക്കെ, ആ ബയാസ് വെച്ചിട്ട് ഇവർക്ക് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇതിൽ മാക്സ് ഫിഷർ എഴുതിയിട്ടുള്ള ദ കെയോസ് മെഷീൻ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഫേസ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള ആൾക്കാർ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അവർ കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു പുസ്തകമാണ് മാക്സ് ഫിഷറിന്റെ ദ കെയോസ് മെഷീൻ. അത് ഈ അൽഗോരിതമിക് ബയാസ് ആണ്. ഡാറ്റ പ്രൈവസി വലിയ പ്രശ്നമാണ്, സൈബർ സെക്യൂരിറ്റി അതും വലിയ പ്രശ്നമാണ്. ടെക്നോളജി വരുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. യൂസ് ഓഫ് ടെക്നോളജി ടു എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. നമുക്കറിയാം ഇത് വെബ്സൈറ്റുകൾ ഇപ്പോൾ ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഈ ഗവേണൻസ് വഴി അല്ലെങ്കിൽ ഈ ടെക്നോളജി വഴി ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ചലഞ്ചസും ഉണ്ട്. Conclusion: fostering an ethical culture, upholding ethical standards is essential for a just and trustworthy government. വളരെ നീതിയുക്തമായ അതുപോലെ തന്നെ സത്യസന്ധമായ ഒരു ഗവൺമെന്റ് ഉണ്ടാവണമെങ്കിൽ എത്തിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എല്ലാ ഒഫീഷ്യൽസും പബ്ലിക് പ്രൈവറ്റ് എവിടെയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിക്സ് അപ്ഹോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. എത്തിക്സിന് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരു ബ്രീഫായിട്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്തു. അതിൽ വരുന്ന ഞാൻ പറഞ്ഞല്ലോ സെൽഫ് ഡെല്യൂഷൻ പോലെ അല്ലെങ്കിൽ മിസ്പ്ലേസിങ് ലോയൽറ്റി പോലെ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും നമുക്ക് എത്തിക്കൽ ഡയലമസ് ഉണ്ടാവാം. അതിന് പല ആൾക്കാരും നമ്മുടെ മുമ്പിൽ അപ്രണ്ട് ആയിട്ട് അൺഎത്തിക്കൽ പ്രവൃത്തി ചെയ്യും, അവർ അതിനെ ന്യായീകരിക്കും, നമുക്ക് കാണേണ്ടി വരും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞാലാണ് ഈ എത്തിക്സിന്റെ ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ നിർത്താം. ഓക്കെ, താങ്ക് യു.